ആ കോഴി കൂവിയല്ലോ. പതുക്കെ പറ എല്ലാവരും ഉറങ്ങണ്ടേ. ഹലോ, ഗുഡ് മോർണിംഗ് സഞ്ചാരികളെ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയാൻ മറന്ന്. എല്ലാവർക്കും സുഖമാണോ? ഇത്ര സുഖമൊക്കെ മതി. ഒരു സൈഡിൽ തീർത്താൽ തീരാത്ത പണി, മറു സൈഡിൽ ഇങ്ങനെ ഒരു മുരടത്തരം. സഞ്ചാരികളെ, എനിക്ക് സുഖമാണെന്നോ? പരമാനന്ദ സുഖം. കഴിഞ്ഞ ജന്മത്തിൽ എവിടെയോ രാജാവായിരുന്നു തോന്നുന്നു. അതാ ഇവിടെ കിടന്ന് ഈ അനുഭവിക്കണേ. ഏയ് ഡാഡി കൂൾ, ഒരു 200 dirhams മറിക്കാനുണ്ടാവുമോ? 200 dirhams ഓ, എൻ്റെ ഒരു മാസത്തെ ചിലവായിരുന്നു. 80 തന്തവൈബ്. കാശ് ചോദിച്ചാൽ എന്നെ പറഞ്ഞാൽ മതി. അമ്മയ്ക്കും മകനും ചോദിക്കുമ്പോൾ ക്യാഷ് കൊടുക്കുന്ന മെഷീനായി മാറി ഞാൻ. രാവിലെ തന്നെ തുടങ്ങി പൂതപ്പാട്ട്. അതെ, ഞാനിപ്പോൾ ഭൂതായല്ലോ. അതെ, പൂതം തന്നെ. ഇക്കണ്ട കാലം അത്രയും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മകനെയെങ്കിലും ഒന്ന് സ്നേഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇക്കണ്ട കാലം അത്രയും നിങ്ങൾ നിങ്ങളുടെ ഒരു ലോകം സൃഷ്ടിച്ച് അതിൽ തന്നെ ജീവിക്കുകയായിരുന്നു. നോക്കിക്കോ, ഇതെല്ലാം കൂടെ ഒരു തിരിച്ചുവരവ് വരും. അന്ന് നിങ്ങൾ താങ്ങില്ല. എനിക്ക് എൻ്റെതായ തീരുമാനങ്ങളുണ്ട്. അതിന്മേൽ വളരാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചാൽ മടുത്തു. എൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവർ മാത്രം നിന്നാൽ മതി. അത് അമ്മയായാലും മകനായാലും. ബോസ് ഒന്ന് ലേറ്റ് ആണല്ലോ. അതെയോ? എന്തോ ഒരു പണി മണക്കുന്നുണ്ട്. അതെന്താ അങ്ങനെ? നമ്മുടെ വക്കച്ചിരട്ടാണ് പണിയെന്നാണ് തോന്നുന്നത്. അതെയോ? ഇന്നലെ ഞങ്ങൾ ചായ കുടിക്കാൻ പോയപ്പോഴേ ഉമേഷ് സാർ ചെറിയൊരു സൂചന തന്നായിരുന്നു. ചായ മാത്രമേ കുടിച്ചുള്ളൂ? അതെ. ഊണും കൂടെ കഴിച്ചിരുന്നെങ്കിൽ മൊത്തം പോകുന്നേനെ. ഓ, ബീനാമാഡ് ഇന്ന് ലേറ്റ് ആണല്ലോ. ഓ, നമ്മളെങ്ങാലായിരുന്നെങ്കിൽ ബോസ് തൂക്കിയെടുത്ത് പുറത്തെറിഞ്ഞേനെ. ഓ പിന്നെ ഇനിയിപ്പോൾ അകത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു കാട്ടായം ഉണ്ടല്ലോ, അപ്പോഴേക്കും ബോസ് ഫ്ലാറ്റ്. ഒന്ന് പോടി. ഓക്കെ. ആ ഡോർ ക്ലോസ് ചെയ്ത്. അവർക്ക് ശരിക്കൂ. എൻ്റെ മുമ്പിൽ 2 ഓപ്ഷൻസും ഈവിളാണ്. ആൻഡ് ഐ ഹാവ് ടു ചൂസ് ലെസർ ഈവൽ. പക്കച്ചിട്ടുള്ള പണിയാന്ന് തോന്നുന്നു. അതെയോ? ഏയ് കഷ്ടം, പാവല്ലേ. എന്തൊക്കെയാണാവോ ഇവിടെ നടക്കുന്നത്? നമ്മുടെ വിഷു സദ്യക്ക് വിളിച്ചപ്പോൾ എന്തായിരുന്നു പുള്ളി? കാശിന്റെ അഹങ്കാരം ആരെയും വേണ്ട അയാൾക്ക്. ഗ്രൂപ്പിൽ ചേർക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഡയലോഗ്? അല്ലേലും അങ്ങനെ എങ്ങനെ എല്ലാ കാര്യത്തിനും അത് ഒറ്റയ്ക്ക് മതി. അതുകൊണ്ട് എന്താ പാവം, കമ്പനി പോലും അയാൾക്ക് സപ്പോർട്ടില്ല. മിസ്റ്റർ വർഗീസ്, ഒന്നും വിചാരിക്കരുത്. ഡീറ്റെയിൽസ് മെയിൽ ചെയ്തിട്ടുണ്ട്. കൈൻഡ്ലി പ്ലീസ് ചെക്ക് യുവർ മെയിൽ. എനിക്ക് ഇച്ചിരി ഒരു മീറ്റിംഗ് ഉണ്ട്. മിസ്റ്റർ വർഗീസ്, കാറിൻ്റെ കീ ഉമേഷിനെ ഏൽപ്പിക്കുക. പിന്നെ എന്തെങ്കിലും ഹാൻഡ് ഓൺ ഉണ്ടെങ്കിൽ അതും.
എത്ര നാളായി സാർ ഇരിപ്പ് തുടങ്ങിയിട്ട്? പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ സാർ? ഒന്നിച്ചു നിന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. അതുപോലെ പങ്കുവെക്കുന്ന സന്തോഷം ഇരട്ടിയാകുന്നു. സാറ് റെഡിയാണെങ്കിൽ ഞാൻ സാറിനൊരു സ്ഥലം വരെ കൊണ്ടുപോകാം. അതെവിടെയാ? അത് സാറിന് കണ്ടറിയാം. സാർ റെഡി ആയിക്കോ. അപ്പം നമ്മുടെ സഞ്ചാരി കുടുംബത്തിലേക്ക് കടന്നു വന്ന വർഗീസ് അച്ചായന് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ കുടുംബത്തിലേക്ക്. നമ്മളെല്ലാവരും കൂടെ പൊളിക്കുമല്ലേ? അപ്പം വർഗീസ് അച്ചായനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്, നമ്മുടെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ റീന ചേച്ചിയാണ്. റീന ചേച്ചിക്ക് എല്ലാവരുടെയും വക ഒരു കൈയടി. അങ്കിളെ ദേ സഞ്ചാരികൾ ഞങ്ങൾ, സുനേഹ സഞ്ചാരികൾ ഞങ്ങൾ, സഞ്ചാരികൾ ഞങ്ങൾ, സ്നേഹ സഞ്ചാരികൾ ഞങ്ങൾ. പൂത്തുനി വിൽക്കും പൂമരച്ചോട്ടിൽ മഞ്ചമൊരുക്കിടാം, സ്നേഹത്തണലൊരുക്കിടാം, വരുവിന്നിതിലെ സഞ്ചാരികളെ യാത്ര തുടർന്നിടാം, നമുക്ക് യാത്ര തുടർന്നിടാം.